അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത് പാദവാർഷിക പരീക്ഷ വിദ്യാർത്ഥികൾക്ക് 3-ലെ അഖീദ വിഷയത്തിൽ നിന്ന് എല്ലാ പാഠങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയ ഒരു പേപ്പറാണ്. ഇത് ചെയ്തവർക്ക് വളരെയധികം ഉപകരിക്കും. കാരണം അധിക ചോദ്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യ പ്രവർത്തനം ഇതാണ്: ശരിയായ വട്ടത്തിന് നിറം നൽകാം എന്നതാണ്. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ വട്ടം. അതായത് ഒന്നാമത്തെ ചോദ്യം വായിച്ചാൽ നമുക്ക് ക്ലിയർ ആകും. മൂസ നബി അലൈഹിസ്സലാം ലഭിച്ച കിതാബ്. മൂസ നബി അലൈഹിസ്സലാമിന് ലഭിച്ച കിതാബ് ഏതാണ്? ഇഞ്ചീലാണോ, തൗറാത്താണോ, അതോ ഖുർആനാണോ? ഏതാണ്? അത് തൗറാത്താണ് അല്ലേ. അതെന്ത് ചെയ്യുക? ആ വട്ടത്തിന് നിറം നൽകുക. സ്ക്രീൻ ആയതുകൊണ്ടാണ്. ഇനി രണ്ടാമത്തത്, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കിതാബ് ഏതാണ്? ഖുർആൻ അളീമാണോ, സബൂറാണോ, അതുപോലെ ഇഞ്ചീലാണോ? ശരിയായത് മാതം വട്ടിടുക. ഒന്ന് ഖുർആനുൽ അളീം എന്നതാണ് ഒന്നാമത്തെ, ഖുർആനുൽ അളീം. ഇനി മൂന്നാമത്തത്, ഷീസ് നബിക്ക് ലഭിച്ച ഏട് എത്ര? ഷീസ് നബി അലൈഹി സ്വലാമിന് ലഭിച്ച ഏടുകൾ എത്രയാണ്? 10 ഏടുകളാണോ, അതോ 50 ഏടുകളാണോ, അതോ 100 ഏടുകളാണോ? ഏതാണ് ശരിയായത്? ശരിയായത് 50 ഏടുകളാണ്. ഷീസ് നബിക്ക് 50 ഏടുകൾ. ആകെ ലഭിച്ചത് 100 ഏടുകളാണ്. അതിൽ 50 ഏട് ഷീസ് നബിക്ക്. ഇനി അടുത്ത പ്രവർത്തനമാണ് 2 വീതം ഉദാഹരണം എഴുതാം എന്നുള്ള പ്രവർത്തനം. ഇതിൽ നമ്മൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തത്, നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകൾ. ഏത് മലക്കുകളാണ് നന്മ തിന്മകൾ എഴുതുക? അതെ, റഖീബ്, അതീദ്. ഈ 2 മലക്കുകളാണ്, റഖീബ്, അതീദ്. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഖബറിൽ ചോദ്യം ചോദിക്കുന്നവർ വ്യത്യാസമുണ്ട്, അവരുടെ മലക്കുകൾ വേറെയാണ്. അപ്പോൾ അത് രണ്ടാമത്തെ ചോദ്യത്തിൽ അത് തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യുന്ന മലക്കുകൾ 2 പേര്, മുൻകിർ അലൈഹിസ്സലാം, നക്കീർ അലൈഹിസ്സലാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും ഏകദേശം 2 മലക്കുകൾ വരുന്ന രൂപത്തിലാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. കുട്ടികളോട് ശ്രദ്ധിക്കാൻ പറയണം. പേപ്പർ മുഴുവനായി എഴുതിയെടുത്ത ശേഷം തുടക്കം മുതൽ ഒടുക്കം വരെ എന്ത് ചെയ്യണം? ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരവും തന്നെയല്ലേ എഴുതിയിട്ടെന്ന് ഉറപ്പുവരുത്താൻ പറയാം. മൂന്നാമത്തത്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ. അള്ളാഹുവിൻ്റെ ധാരാളം വിശേഷണങ്ങൾ നമ്മൾ പാഠഭാഗത്ത് പറയുന്നുണ്ട്. ഒന്നാമത്, അള്ളാഹു ഒരുവനാണ്, മറ്റാരെയും ആശ്രയിക്കാത്തവനാണ്. അതൊക്കെ പറയുന്നുണ്ട് നമ്മുടെ പാഠത്തിൽ. അതുപോലെ അള്ളാഹുവിന് കൂട്ടുകാരില്ല, ആദ്യവും അവസാനമില്ലാത്തവനാണ് അള്ളാഹു. അതുപോലെ തന്നെ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. 2 വീതം ഉദാഹരണം എഴുതാം. അടുത്ത പ്രവർത്തനം ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനുള്ളതാണ്. അതിൻ്റെ ഹെഡിങ് മാറിപ്പോയതാണ്. 1, അള്ളാഹു കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നവരാണ്. അള്ളാഹു കൽപ്പിക്കുന്നതൊക്കെ എന്ത് ചെയ്യും? കൃത്യമായി ചെയ്യും. അതാരാണ്? ഇതാ കാണാം, മലക്കുകൾ. അവരാണ് അള്ളാഹു കൽപ്പിച്ചതെല്ലാം ചെയ്യുന്നവർ. 2, 23 വർഷം കൊണ്ട് അതിൻ്റെ അവതരണം പൂർത്തിയാക്കപ്പെട്ടത്. 23 വർഷമെടുത്തു അത് പൂർത്തിയാക്കപ്പെടാൻ. അതേതാണ്? ബ്രാക്കറ്റിലുണ്ട്, ഖുർആൻ. ഖുർആൻ 23 വർഷം കൊണ്ടാണ് പൂർത്തിയായത്. 3, വിശ്വാസപരമായ കാര്യങ്ങൾക്ക് പറയുന്നു. വിശ്വാസപരമായ കാര്യങ്ങൾക്ക് പറയുന്നത് ഈമാൻ കാര്യങ്ങൾ എന്നാണ്. ഇനി 4, അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞത്? അതെ, മലക്കുകൾ അല്ലേ. മലക്കുകൾ സ്ത്രീകളോ അല്ല, അതുപോലെ പുരുഷന്മാരും അല്ല. ഇനി 5, പ്രധാനികളായ മലക്കുകൾ. എത്ര പേരാണ് പ്രധാനികളായ മലക്കുകൾ?
10 പേരുണ്ട് അല്ലേ? ഇനി അവസാനത്തേത് 6-മത്തേത്, ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഏതാണ്? അത് മലക്കുകളിൽ വിശ്വസിക്കുക എന്നതാണ്. മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, മലക്കുകളിൽ വിശ്വസിക്കുക. ഇവിടെ മലക്കുകളിൽ വിശ്വസിക്കൽ. ഇനി അടുത്ത പ്രവർത്തനം വിട്ട കോളങ്ങൾ പൂരിപ്പിക്കാം എന്നുള്ളതാണ്. അതായത് ഇവിടെ ഓരോ കോളങ്ങൾ പൂരിപ്പിക്കാനുള്ളതാണ്. വിട്ടുപോയ നബിമാരുണ്ട്, കിതാബുകളുണ്ട്, അതിൻ്റെ ഭാഷയുണ്ട്. ഇപ്പോൾ ഒന്നാമത്തത് മൂസാ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന് ലഭിച്ച ഗ്രന്ഥം ഏതാണ്? അത് എഴുതി കൊടുക്കുക. ഏതാണ്? തൗറാത്താണ് എന്ത് ചെയ്തത്? മൂസാ നബിക്ക് ലഭിച്ചത്. അതിൻ്റെ ഭാഷ ഏതാണ്? അതിൻ്റെ ഇബ്രാനി ഭാഷ, ഇബ്രാനി എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഇനി അടുത്ത പ്രവാചകൻ ഇവിടെ ആരാ എഴുതേണ്ടത്? ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ എഴുതാം നമുക്ക്. ദാവൂദ് നബി, അതെങ്ങനെയാണ് മനസ്സിലാകുക? ഇതവിടെ നോക്കിയാൽ മതി. തൗറാത്ത് ലഭിച്ച പ്രവാചകൻ ആരാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ദാവൂദ് നബിയാണ്. അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാം. പിന്നെ സബൂർ എന്ന ഗ്രന്ഥത്തിൻ്റെ ഭാഷ ഏതാണ്? അവിടെ എഴുതി കൊടുക്കുക. അത് യൂനാനി ഭാഷ. ഇനി അടുത്ത പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന് ലഭിച്ച ഗ്രന്ഥം ഇഞ്ചീൽ എന്ന് പറയും. ഇഞ്ചീൽ. പിന്നെ അതിൻ്റെ ഭാഷയോ സുറിയാനി ഭാഷയാണ്, ഇഞ്ചീൽ. ഇനി അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മുടെ നബിയുടെ ഗ്രന്ഥം ഏതാണ്? ഫുർഖാനുൽ അളീം കേട്ടോ. ഫുർഖാനുൽ അളീം. അത് എഴുതി കൊടുക്കട്ടോ, പരീക്ഷയിൽ വരുമ്പോൾ ശ്രദ്ധിച്ച് എഴുതാം. പിന്നെ അതേത് ഭാഷയിലാണ്? അറബി ഭാഷയിലാണ്. ഗ്രന്ഥം ഖുർആനാണ്, ഭാഷ അറബി ഭാഷയാണ്. അടുത്ത പ്രവർത്തനം തെറ്റുണ്ടെങ്കിൽ ശരിയാക്കി എഴുതാം എന്നുള്ളതാണ്. താഴെ കൊടുത്തിട്ടുള്ള ഓരോ വരിയും വായിച്ച് അതിൽ തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ താഴത്തെ എന്ത് ചെയ്യുക? തിരുത്തി കൊടുക്കുക. 1. ഖുർആൻ അവതരിക്കപ്പെട്ടതോടെ മറ്റുള്ളവയെല്ലാം അവതരിക്കപ്പെടുകയും ചെയ്തു. ശരിയാണോ? ശരിയാണെങ്കിൽ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. മറിച്ച് തെറ്റുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? തിരുത്തിയിട്ടാണ് താഴെ എഴുതേണ്ടത് കേട്ടോ. ഇവിടെ എഴുതേണ്ടത് എന്നിങ്ങനെയാണ്. ഖുർആൻ അവതരിക്കപ്പെട്ടതോടെ മറ്റുള്ളവയെല്ലാം ദുർബലപ്പെടുകയും ചെയ്തു. ആ രൂപത്തിൽ തിരുത്തി കൊടുക്കാം. ഇനി രണ്ടാമത്തത് 3 കിതാബുകളും 50 ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയത്. ഇതിൽ 2 തെറ്റുകളുണ്ട്. 3 കിതാബുകളല്ല, 4 കിതാബുകളാണ്. അതുപോലെ 50 ഏടുകളല്ല, മറിച്ച് 100 ഏടുകളാണ് ഇറക്കിയത്. അപ്പോൾ 4 കിതാബുകളും 100 ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയത്. താഴത്ത് എന്ത് ചെയ്യുക? അറബി മലയാളത്തിൽ എഴുതി കൊടുക്കാം. ഇനി അടുത്തത് 3. മലക്കുകളുടെ എണ്ണം അള്ളാഹുവിനല്ലാതെ അറിയുന്നതാണ്. അവിടെ തെറ്റുണ്ട്. അവിടെ എന്താണ്? മലക്കുകളുടെ എണ്ണം അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല എന്നാണ് കേട്ടോ. അറിയുകയില്ല എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്തത് 4-മത്തത് മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. ശരിയാണോ? ശരിയല്ല. എവിടെയാണ് തെറ്റ് വന്നത്? മണ്ണ് കൊണ്ടല്ല, മറിച്ച് പ്രകാശമാണ് കേട്ടോ. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. ഇനി ഉത്തരം എഴുതാം എന്നുള്ള പ്രവർത്തനമാണ് അടുത്തത്. ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതി കൊടുക്കാം. 1-മത്തെ ചോദ്യം ഇതാണ്: നമുക്ക് പരിധിയുണ്ട് എന്തിനെല്ലാം? ഏതൊക്കെ കാര്യങ്ങൾക്കാണ് നമുക്ക് പരിധിയുള്ളത്?
അറിവിനും കാഴ്ചക്കും കേൾവിക്കും. ഇതിനൊക്കെ നമുക്ക് പരിധിയുണ്ട്. പക്ഷേ അള്ളാഹുവിന് ഇതൊന്നും പരിധിയില്ല. എല്ലാം അറിയും, എല്ലാം കേൾക്കും, എല്ലാം കാണും. 2, മലക്കുകൾക്ക് ഇല്ലാത്ത 2 കാര്യങ്ങൾ. മലക്കുകൾക്കില്ലാത്ത 2 കാര്യങ്ങൾ എഴുതി കൊടുത്താൽ മതി. ഉറക്കവുമില്ല, അതുപോലെ തന്നെ ക്ഷീണവുമില്ല, അതുപോലെ തന്നെ മറവിയുമില്ല, അതുപോലെ തന്നെ അന്നപാനീയങ്ങൾ ആവശ്യവുമില്ല. ക്ഷീണവുമില്ല, അതുപോലെ മടിയുമില്ല. ഇതിലേതുവാണെങ്കിലും എഴുതാം. ഇനി അടുത്ത പ്രവർത്തനം യോജിച്ചവ ചേർക്കാം എന്നുള്ളൊരു പ്രവർത്തനമാണ്. ഇവിടെ യോജിച്ചത് മാത്രം എന്ത് ചെയ്യുക, ചേർത്ത് കൊടുക്കുക. ഇതിൽ ഒന്നാമത്തത് കാണാം, മൂസ അലൈഹിസ്സലാം. മൂസ നബി അലൈഹിസ്സലാമിന് യോജിച്ചത് ഇടത് ഭാഗത്ത് ഈ കോളങ്ങളിൽ എവിടെയോ ഉണ്ട്. അതിലേത് കോളത്തിലാണ് ഉള്ളതെന്ന് കണ്ടെത്തുക. മൂസ നബി അലൈഹി സ്വലാമിന് യോജിച്ചതാണ് തൗറാത്ത് അല്ലേ. മൂസ നബിക്ക് ലഭിച്ച ഗ്രന്ഥമാണ്. അപ്പോൾ തൗറാത്ത് എന്നുള്ളിടത്തേക്ക് വരഞ്ഞു കൊടുക്കാം. 2, ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ചുമതല ഇടതുഭാഗത്തുണ്ട്. ഏതാണത്? ജിബ്രീൽ അലൈഹിസ്സലാം വഹി എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു കർമ്മമാണ് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ജോലി. അതെ. ഇനി മൂന്നാമത്തത് റിദ്വാൻ അലൈഹിസ്സലാം. റിദ്വാൻ അലൈഹിസ്സലാമിൻ്റെ ജോലി എന്താണ്? സ്വർഗം കാക്കുക എന്നതാണ്. അപ്പോൾ അത് താഴേക്ക് അയച്ചു കൊടുക്കുക, സ്വർഗം കാക്കൽ. ഇനി മാലിക് അലൈഹിസ്സലാം. മാലിക് അലൈഹിസ്സലാമിൻ്റെ ജോലി നരകം കാക്കുക എന്നതാണ് മാലിക് അലൈഹിസ്സലാമിൻ്റെ ജോലി. അടുത്തത് അള്ളാഹുവിൻ്റെ കലാം. ഏതാണ് അള്ളാഹുവിൻ്റെ കലാം? ഇടതുഭാഗത്ത് കാണാം, ഖുർആൻ ഷരീഫ്. അടുത്തത് ഖുർആൻ സംരക്ഷിക്കുന്നു. ആരാണ് ഖുർആൻ സംരക്ഷിക്കുന്നത്? അള്ളാഹു ആണ്. അതിൻ്റെ സംരക്ഷണം അള്ളാഹു ആണ് ഏറ്റെടുത്തത് എന്നുള്ളൊരു ആയത്തുണ്ട് ഖുർആനിൽ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അതിൻ്റെ അർത്ഥം കൂടെ പഠിച്ചു വെക്കുക, പരീക്ഷയിൽ ചിലപ്പോൾ അത് ചോദിക്കാം. ഇനി അവസാനത്തത്, ഇഹപര വിജയം കരസ്ഥമാക്കാൻ എന്താവശ്യമാണ്? നിയമങ്ങളും ചിട്ടകളും കേട്ടോ. നിയമങ്ങളും ചിട്ടകളും ആവശ്യമാണ്. ഇനി അടുത്ത പ്രവർത്തനം വ്യത്യസ്തമാണ്. കോളത്തിൽ എണ്ണം എഴുതാം എന്നുള്ളതാണ്. ഓരോ ചോദ്യത്തിൻ്റെയും നേരെ കൊടുത്തിട്ടുള്ള കോളത്തിൽ അതിൻ്റെ എണ്ണം എഴുതുക. ഒന്നാമത്തത് ഈമാൻ കാര്യങ്ങളാണ്. ഈമാൻ കാര്യങ്ങൾ എത്രയാണ്? 6 അല്ലേ. ഇസ്ലാം കാര്യം 5 ആണ്, ഈമാൻ കാര്യം 6 ആണ്. 2, ഖുർആൻ അവതരിച്ചത് എത്ര വർഷം കൊണ്ട്? നമ്മുടെ പാഠത്തിൽ പറയുന്നുണ്ട് 23 വർഷം കൊണ്ടാണ് ഖുർആൻ അവതരിച്ചത്. അപ്പോൾ 23 എഴുതുക. നിങ്ങൾ അറബിയിൽ എഴുതുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കണം കേട്ടോ. എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, 23. അതുപോലെ 6 ആണെങ്കിൽ ഇങ്ങനെ. ഇനി മൂന്നാമത്തെ ചോദ്യം, അള്ളാഹു ഇറക്കിയ കിതാബുകൾ എത്ര കിതാബുകൾ ഇറക്കി? 4. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറബി മലയാളത്തിൽ എഴുതാട്ടോ, 4. പിന്നെ അതുപോലെ നാലാമത്തെ ചോദ്യം, കിതാബുകൾ നൽകപ്പെട്ട നബിമാർ എത്ര? അവരും 4 പേരാണ്. 4 നബിമാർക്കാണ് 4 കിതാബുകൾ ഇറക്കപ്പെട്ടത്. ഇനി 5, അള്ളാഹു ഇറക്കിയ ഏടുകൾ എത്ര? മൊത്തം അള്ളാഹു ഇറക്കിയ ഏടുകളാണ് ചോദിക്കുന്നത്. അത് 100 ഏടുകളാണ്. അറബിയിൽ എഴുതുമ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് 2 പുള്ളി ഇടുക കേട്ടോ. ഇനി 6, പ്രധാനികളായ മലക്കുകൾ എത്ര പ്രധാനികളായ മലക്കുകളുണ്ട്? 10 പേര്. അപ്പോൾ 1 ഇട്ടിട്ട് പിന്നെ ഒരു കുത്തിടുക. അങ്ങനെയാണ് അറബിയിൽ 10 എന്ന് എഴുതുക. ഇനി വേറൊരു പ്രവർത്തനം, വിട്ടത് പൂരിപ്പിക്കാം എന്നുള്ളതാണ്. 1, തഫ്സീലു അശ്രിൻ മിൻഹുമു ജിബ്രീലു മീകാലു ഇസ്റാഫീലു അസ്റായീലു. അവിടെ അസ്റായീലു എന്ന് ചുരുക്കേണ്ടത്. അതുപോലെ രണ്ടാമത്തത്, ഖദ്രി ഖൈരിഹി വശർരിഹി മിനൽ ഇലാഹി റബ്ബിൽ ആലമീന ബിലാ സലൽ. നിങ്ങൾ എഴുതി കൊടുക്കാം, ഞാൻ സ്ക്രീൻ ആയതുകൊണ്ട് കഴിയുന്നില്ല. ഇനി അടുത്ത പ്രവർത്തനമാണ് പൂരിപ്പിക്കാം എന്നുള്ളത്.
ഓരോ വരിയും പൂരിപ്പിച്ചു കൊടുക്കുക. ഒന്ന്, ആരാധനക്ക് അർഹൻ സർവ്വലോക രക്ഷിതാവായ ഡാഷ്. അവിടെ എഴുതി കൊടുക്കേണ്ടത് എന്താണ്? അള്ളാഹു മാത്രമാകുന്നു എന്ന്. അള്ളാഹു മാത്രമാകുന്നു, അതാണ് എഴുതി കൊടുക്കേണ്ടത്. 2, ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഡാഷ്. എന്താണ്? മലക്കുകളിൽ വിശ്വസിക്കുക. ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് മലക്കുകളിൽ വിശ്വസിക്കലാണ്. എഴുതി കൊടുത്താൽ മതി. 3, അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന നിയമനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥങ്ങളാണ് എന്ത്? കിതാബുകൾ. ഇനി നിമിഷ നേരം കൊണ്ട് അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ ഡാഷ്. നിമിഷ നേരം കൊണ്ട് അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ അവർക്ക് കഴിയും. മലക്കളെ കുറിച്ചാണ് പറയുന്നത്. 5, ഇഹപര വിജയം കരസ്ഥമാക്കാൻ ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും ഡാഷ്. അവിടെ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് പാലിക്കണം. ഇഹപര വിജയം കരസ്ഥമാക്കാൻ ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും പാലിക്കണം. ഇനി 6, ഖുർആനിൻ്റെ നേരെ കാൽ നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് ഡാഷ്. വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല. ഇനി അടുത്ത പ്രവർത്തനമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കോളത്തിൽ നിന്ന് യോജിച്ചത് തിരഞ്ഞെടുത്ത് എഴുതാം. 1, നമുക്ക് പരിധിയുണ്ട്. നമുക്ക് പരിധിയുള്ളത് എന്തിനാണ്? അതിന് യോജിച്ചത് ഇങ്ങോട്ടെടുത്ത് എഴുതുക. ഇവിടെ കാണാം കാഴ്ച, അല്ലേ? നമുക്ക് കാഴ്ചക്ക് പരിധിയുണ്ട്. 2, ആദ്യവും അവസാനവുമില്ല. ആദ്യവുമില്ല അവസാനവുമില്ല, അതാണ് അള്ളാഹു. അള്ളാഹുവിന് ആദ്യവുമില്ല അവസാനവുമില്ല. 3, ആണോ പെണ്ണോ അല്ല. അവർ ആണോ അല്ല, ആണുങ്ങളും അല്ല, അതുപോലെ പെണ്ണുങ്ങളും അല്ല. അത് മലക്കുകളാണ്. അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല, നമ്മൾ പഠിച്ചു പാഠത്തിൽ. 4, മലക്കുകൾക്കില്ല. മലക്കുകൾക്കില്ലാത്തതാണ് എഴുതേണ്ടത്. അവർക്കെന്തില്ല? ഉറക്കമില്ല, മറവിയും ഇല്ല. 5, റൂഹുകളെ പിടിക്കൽ. അതിന് നിയോഗിക്കപ്പെട്ട മലക്ക് അസ്റാഹിൽ അലൈഹിസ്സലാം റൂഹുകളെ പിടിക്കുക. ഇനി അടുത്തത് ഉത്തമരായ സൃഷ്ടികളാണ്. ആര്? മനുഷ്യർ ഉത്തമരായ സൃഷ്ടികളാണ്. 7, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? അതെ, ഇഹപര വിജയം. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അടുത്ത ചോദ്യം, അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? അത് ഖുർആനുൽ അളീം, അല്ലേ? ഫുർഖാനുൽ അളീം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഖുർആൻ. അടുത്ത ചോദ്യം, ഖുർആൻ ഒരു മാറ്റവും വരുത്താൻ ഒരാൾക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞത് ആരാണ്? അള്ളാഹു. അവിടെ ഉണ്ട് ബ്രാക്കറ്റിൽ, അള്ളാഹു ആണ്. 10, ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭിച്ചത് അവരിൽ കൂടിയാണ്. ആരിലൂടെയാണ് നമുക്ക് ഗ്രന്ഥങ്ങൾ ലഭിച്ചത്? ഇവിടെ നമുക്ക് കാണാൻ കഴിയും പ്രവാചകർ, അവരിലൂടെയാണ് നമുക്ക് ഗ്രന്ഥങ്ങളൊക്കെ ലഭിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് അഖീദയിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികളെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഈ പേപ്പറിലൂടെ നമ്മൾ വീഡിയോയിലൂടെ കണ്ടത്. അപ്പോൾ അതെല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.